ഞാൻ പണ്ട് +2 പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു കഥ പറഞ്ഞു. ഒരു മെസ്സേജാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതിങ്ങനെയായിരുന്നു: 2 ഈച്ചകൾ, ഓക്കെ, വീട്ടിലേക്കുള്ള ഹൗസ് ഫ്ലൈ ഈച്ചകൾ. അപ്പോൾ ഇതിൽ ഒരാൾ ആദ്യം വന്നിട്ട് ഒരു ജനൽ അവിടെ ഉണ്ടായിരുന്നു, ആ ഗ്ലാസ് ജനൽ. അപ്പോൾ ഇതിന് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിൽ വന്ന് ഒരുപാട് പ്രാവശ്യം വന്ന് ഇടിച്ച് മുട്ടി നോക്കുകയാണ് അപ്പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അതേസമയം രണ്ടാമത് പുറകിൽ നിന്ന് വരുന്ന ഒരു ഈച്ച താഴെ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയൊരു ഹോൾ അവിടെ കിടക്കുന്നത് കണ്ടു. അത് നൈസാ വന്ന് ആ ഹോള് വഴി അപ്പുറത്തേക്ക് പോയി. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ: ഫസ്റ്റത്തെ ഈച്ച ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നോ റിസൾട്ട്, അവിടെ റിസൾട്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ഈച്ച സ്മാർട്ടായിട്ട് നോക്കി, അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു, നൈസായിട്ട് അപ്പുറത്തെത്തി. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും ഹാർഡ് വർക്ക് തന്നെ റിസൾട്ടിലേക്ക് എത്തിക്കണം എന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് സ്മാർട്ടായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പുറം കടക്കാം, റിസൾട്ട് നേടാം എന്നുള്ളതാണ്. +1 +2ലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ SSLC അല്ലെങ്കിൽ 10th ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം തന്നെ നിങ്ങൾ എൻട്രൻസിന് കൂടി പ്രിപ്പയർ ചെയ്താൽ അതാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്മാർട്ട് ഡിസിഷൻ എന്ന് പറയുന്നത്. അല്ലാതെ +1 +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് നോക്കാം, പിന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ വളരെ വിലപ്പെട്ട കുറേ സമയമാണ് നിങ്ങൾക്ക് വെറുതെ നഷ്ടമാകുന്നത്. അതോ ഇരട്ടി വർക്ക് നിങ്ങൾ ചെയ്യുകയും വേണം. അതിനേക്കാൾ നല്ലതല്ലേ എന്തായാലും +1 +2 നമ്മൾ പഠിക്കണം. അതിനോടൊപ്പം എൻട്രൻസ് കൂടി ആകുമ്പോൾ അത് വലിയ ഭാരമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനും നമുക്ക് പാരലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ ഭാരമില്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. യെസ്, അതിനുവേണ്ടി സൈലം ഒരുക്കുന്നതാണ് കിങ്സ് 11 ബാച്ചും സൂപ്പർ കിങ്സ് ബാച്ചും. നിങ്ങൾ ഇപ്പോൾ 11ലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് കിങ്സ് 11 ബാച്ച്. 11th കഴിഞ്ഞ് 12ലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഞാൻ 12ൽ എത്തിയില്ലേ, ഇനി ഞാൻ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് കാര്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഉൾപ്പെടെ ഇതിലൂടെ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ 11ൽ മിസ്സായ എൻട്രൻസ് പോർഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. 12ൽ അടിപൊളിയായിട്ട് നമുക്ക് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ എൻട്രൻസ് പ്രിപ്പറേഷൻ കൊണ്ടുപോകാം. അതിനുവേണ്ടിയുള്ളതാണ് സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് ബാച്ച്. അപ്പോൾ അതുകൊണ്ട് 11ൽ ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കളായാലും 12ലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കളായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ പ്രിപ്പറേഷനോടൊപ്പം ബോർഡ് എക്സാം പ്രിപ്പറേഷനോടൊപ്പം അടിപൊളിയായിട്ട് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാം. നീറ്റോ JEO ആണ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഈസ് യുവർ സ്മാർട്ട് ചോയ്സ്.